കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര ജനുവരി 22-23 തീയതികളിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തും. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര മേഖലയിൽ രൂപപ്പെട്ടുവരുന്ന പ്രതിസന്ധികൾക്കെതിരെ ഫെബ്രുവരി 13 പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായാണ് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു ക്യാപ്റ്റനായി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര നടത്തുന്നത്. ജാഥയെ ജനുവരി 22 വൈകിട്ട് 3 മണിക്ക് തണ്ണീർമുക്കം ബണ്ടിൽ നിന്നും ജില്ലയിലേക്ക് സ്വീകരിക്കും. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 18% നികുതി പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, അനിയന്ത്രിത വഴിയോര വ്യാപാരം നിയന്ത്രിക്കുക തുടങ്ങിയ വ്യാപാര മേഖലയിലെ നേരിട്ട് ബാധിക്കുന്ന 14 വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. കാസർഗോഡ് നിന്നും ജനുവരി 13 ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 25 തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. 22 വൈകിട്ട് 4 മണിക്ക് ചേർത്തലയിലും 5 മണിക്ക് മണ്ണഞ്ചേരിയിലും 6 മണിക്ക് ആലപ്പുഴയിലും സ്വീകരണം നൽകും. 23 രാവിലെ 10 മണിക്ക് കായംകുളത്ത് നിന്നും ജാഥ പര്യടനം ആരംഭിക്കും. 11 മണിക്ക് ചാരമൂട്ടിലും 12 ചെങ്ങന്നൂരിലും സ്വീകരണം നൽകും. വ്യാപാരി വ്യവസായ സമൂഹം ഒരു വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വ്യാപാരികളും വ്യവസായികളും രാജ്യത്താകെ നേരിടുന്ന 14 വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടറി ശ്രീ ES ബിജു ക്യാപ്റ്റനായിട്ടുള്ള സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ജനുവരി മാസം 13 തീയതി കോഴിക്കോട്, കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അവിടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്ത് 25 തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന 14 മുദ്രാവാക്യങ്ങൾ അത് രാജ്യത്താകമാനമുള്ള മുഴുവൻ വ്യാപാരികളെയും വ്യവസായികളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് GSTയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നാളെ ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കും. തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിക്കുകയും അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകും. വൈകിട്ട് 5 മണിക്ക് മണ്ണഞ്ചേരിയിൽ തൊട്ടടുത്ത സ്വീകരണം ഉണ്ടാകും. 6 മണിക്ക് ആലപ്പുഴയിൽ നഗരചത്തുരത്തിൽ സ്വീകരണം നൽകി നാളത്തെ പരിപാടി അവസാനിപ്പിക്കും. മറ്റന്നാൾ 23 തീയതി കായംകുളത്ത് നിന്ന് പര്യടനം വീണ്ടും പുനരാരംഭിക്കും. 11 മണിക്ക് ചാരമൂട്ടിലും 12 മണിക്ക് ചെങ്ങന്നൂരിലും സ്വീകരണം നൽകി ജില്ലയിൽ നിന്ന് ജാഥയെ യാത്രയാക്കും.